ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ച് നാളായാലും പിന്നെ എന്തായാലും ഇപ്പോൾ സ്റ്റഡി വ്ളോഗ് പഠിക്കണമെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 2.6 ഇയേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇപ്പോൾ റിസൈൻ വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി നോട്ടീസ് പീരീഡിനാണ്. സോ നമുക്കപ്പോൾ അടുത്ത പരിപാടി നോക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു, ലൈക്ക് ഇൻ്റർവ്യൂസൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യം തന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബുക്കുകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ്, ബുക്കിൻ്റെ ബാഗ് ഗൈസ്. അപ്പം ബുക്സൊക്കെ എടുത്ത് നോക്കട്ടെ. പിന്നെ എനിക്കൊരു പൗച്ചുണ്ട്. പൗച്ചിൽ ഞാൻ കുറച്ച് പേനകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറേ പേനകളുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഈ സ്റ്റേഷനറി ഐറ്റംസിനോടൊക്കെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോയാൽ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും. സോ പിന്നെ ഞാൻ എപ്പോഴും പഠിക്കാതിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വെള്ളക്കുപ്പി എടുത്ത് വെക്കും. കാരണം എപ്പോഴും അതിൻ്റെ പുറകെ ഓടണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അതെടുക്കാൻ പോകണം, വെള്ളം എടുക്കാൻ പോകണം, ദാഹിക്കുമ്പോൾ അവിടെ പോകണം, അങ്ങനെയൊക്കെ. സോ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അടുത്ത് വെച്ചേക്കും. പിന്നെ എപ്പോഴും വെള്ളം കുടിക്കാൻ നല്ലതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബുക്ക് അടിച്ചാൽ ഇതാണ് എൻ്റെ ഒരു മാനുവലാണിത്. ഇത് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ എല്ലാത്തിനെ പറ്റിയിട്ടൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈ ബുക്കിലില്ല. ഇതിൻ്റെ ഒരു വലിയ തടിച്ചിട്ടുള്ളൊരു ബുക്കുണ്ട്, അതിലാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ നേരത്തെ എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 3rd ഇയർ പഠിക്കുമ്പം കുറേ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റിട്ടേൺ ആയിട്ട് കുറേ നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് ഈ ബുക്ക്, ഇങ്ങനെ ഹട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിലും ഞാൻ കമ്പയർ ചെയ്ത് പഠിക്കും. ഇനി ഞാൻ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്സും ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ. ആദ്യമേ എനിക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്ര നാൾ പഠിച്ചിട്ടുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം, എന്നാലേ അതൊരു ഇതാവും. അല്ലെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ വേസ്റ്റാണ്. ഓക്കെ, it is the narrow of the article opening. Two leaflets of unequal size are present. Cups are thickened and full system growing. Two leaflets of unequal size are present. Cusps are thickened and flexible systolic bone. അപ്പം അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുമ്പം രണ്ട് ലീഫ്ലെറ്റ് ഉണ്ടാവുള്ളൂ. cusps are thickened and exhibit systolic doming is the crucial most important sign of annual stenosis. Rheumatic AS ഉണ്ട്. Severity of stenosis are 2 methods ആണ്. Maximum direct short axis measurement of vertebral vein. Maximum സോ ഓക്കെ ഗൈസ്, നമ്മളിനി പഠിക്കാൻ പോകുന്നത് HCM എന്ന് പറഞ്ഞിട്ടാണ്. HCM എന്ന് പറഞ്ഞാൽ ഹൈപ്പർട്രോഫിക് കാർഡിയക് മയോപ്പതി എന്നാണ്. എന്താണ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി? നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്.
HC എന്ന് പറഞ്ഞാൽ that is characterized by generalized, or it is a condition characterized by generalized or localized left ventricular hypertrophy which is greater than 13 mm, അതായത് 1.3 സെൻറ്റിമീറ്ററിനെക്കാട്ടിൽ കൂടുതൽ. സോറി, സെൻറ്റിമീറ്റർ അല്ല, മില്ലിമീറ്റർ. ഇതിൻ്റെ ETOG എന്ന് പറയുമ്പോൾ localized left ventricular, it's seen as a condition that is localized left ventricular hypertrophy greater than 13 mm. Etiology of autosomal dominant microscopic disorganization വരുന്നു. Autosomal dominant microscopic disorganization of myocardial fibers present. Microscopic disorganization of myocardial fibers present. Independent of acute obstruction is present. Independent of whether or not acute obstruction is present. Characterized by generalized or localized. It is characterized by generalized or localized left ventricular hypertrophy which is greater than 13 mm. Then in the absence of independent or in the absence of any other cardiac system disease, independent of whether or not LV2 obstruction is present. Hypertrophic ആവാം, hyperdynamic and non-dilated. Hypertrophic, hyperdynamic, Symbiotic due to SAM, maybe latent labile obstructive, maybe latent labile restrictive obstructive. That is the mid-ventricular obstruction. Mid-ventricular obstruction occurs at the level of papillary muscle without SAM, at the level of papillary muscle without SAM, at the level of papillary muscle without SAM. Obstructive HSCM, symbiotic due to mitral valve systolic anterior motion, maybe latent labile restrictive obstructive. Mid-ventricular obstruction എന്ന് പറയുമ്പം occurs at the level of papillary muscle without SAM. അടുത്ത നോൺ ഒബ്സ്ട്രക്റ്റീവ്, അതാണ് HC. Okay. Absence of resting gradient. Asymmetrical septal hypertrophy. Asymmetrical apical hypertrophy impaired systolic.
ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ അത് എന്താണ് അസിംറ്റോമാറ്റിക്, അതായത് നോൺ ഒബ്സ്ട്രക്റ്റീവ്, ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, അസിംറ്റോമാറ്റിക്, ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, ഓർത്തോപ്നിയ, അസിംറ്റോമാറ്റിക് ആയിട്ട് നോൺ ഒബ്സ്ട്രക്റ്റീവ് അതായത് എക്സിയം, ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, ഓർത്തോപ്നിയ, asymptomatic എന്ന് പറയുമ്പോൾ നോൺ ഒബ്സ്ട്രക്റ്റീവ്, ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, ഓർത്തോപ്നിയ, ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, ഓർത്തോപ്നിയ, സിൻകോപ്പ്, പ്രീ സിൻകോപ്പ്, ഡിസ്നസ്, ആൻജിന, ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് എക്സിയമിൻ്റെ കുറച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്. അതായത് അസിംറ്റോമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അവരെന്ന് പറയുമ്പം നോൺ ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇതായിരിക്കും, അതായത് എക്സിയം. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ HOCM, നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ എക്സിയം. പിന്നെ നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് പറയുന്നത്. പിന്നെ ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, ഓർത്തോപ്നിയ, പ്രീ സിൻകോപ്പ്, ടിസിനസ്, ആൻജൈന, പിന്നെ ഹാർട്ട് ഫെയിലിയർ. ഇതാണ് എൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അടുത്തത് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം SCD, സഡൻ കാർഡിയക് ഡെത്ത് ഉണ്ടാവാം, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, ഹാർട്ട് ഫെയിലിയർ. ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. നമ്മളിപ്പോൾ ഇത്ര എന്താ പഠിച്ചതെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞിരിക്കും. അതായത് നമ്മളിപ്പോൾ എക്സിയമിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ജനറലൈസ്ഡ് ഓർ ലോക്കലൈസ്ഡ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 13 mm അല്ലെങ്കിൽ 1.3 cm, ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെദർ ഓർ നോട്ട് LVO2 ഒബ്സ്ട്രക്ഷൻ ഈസ് പ്രസൻറ്റ്. പിന്നുള്ളത് അത് ഹൈപ്പർട്രോഫിക് ആവാം, ഹൈപ്പർ ഡൈനാമിക് ആവാം, പിന്നെ നോൺ ഡയലേറ്റഡ് ആവാം. പിന്നുള്ളത് ഈറ്റിയോളജി, ഓട്ടോസോമിനൽ ഡോമിനൻറ്റ് ട്രെയിറ്റ് ഉണ്ടാവും. പിന്നെ മൈക്രോസ്കോപ്പിക് ഡിസോർഗനൈസേഷൻ ഓഫ് മയോകാർഡിയൽ ഫൈബേഴ്സ് പ്രസൻറ്റ്. പിന്നെ നമ്മളായി പറയാൻ പോകുന്നത് അതിൻ്റെ ഹീമോഡൈനാമിക് ടൈപ്സ് ആണ്. അതിലാണ് ഫസ്റ്റ് വരുന്നത് HOCM, ഒബ്സ്ട്രക്റ്റീവ്. അതിൽ തന്നെയാണ് HOCM. അതിൽ സബ്ബയോട്ടിക് ഡ്യൂ ടു SAM, അതായത് സിസ്റ്റോളിക് ആന്റിനൽ മോഷൻ. അത് വേണമെങ്കിൽ ലബൈൽ ലേറ്റന്റ് റെസ്ട്രിക്റ്റീവ് ഒബ്സ്ട്രക്റ്റീവ് ആവും. പിന്നെ ഉള്ളത് മിഡ് വെൻട്രിക്കുലർ ഒബ്സ്ട്രക്ഷൻ, അതായത് വിച്ച് ഒക്കേഴ്സ് അറ്റ് ദി ലെവൽ ഓഫ് പാപ്പുലർ മസിൽ വിത്തൗട്ട് SAM ഇല്ലാണ്ട് പാപ്പുലർ മസിൽ അവിടെ മാത്രം അഫക്റ്റ് ചെയ്ത് വരും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നോൺ ഒബ്സ്ട്രക്റ്റീവ്, അതായത് നമ്മുടെ എക്സിയം. അതിൽ അസിമെട്രിക്കൽ അപ്പൈക്കൽ ഹൈപ്പർട്രോഫി ഉണ്ടാവും, ഇമ്പയർഡ് സിസ്റ്റോളിക് ഫംഗ്ഷൻ ഉണ്ടാവും, ക്യാവിറ്റി ഒബ്ലിട്രേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ പഠിച്ചത് ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് നോൺ സിംറ്റോമാറ്റിക്, അതായത് എക്സിയം പേഷ്യൻസ്. പിന്നുള്ളത് ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ, പിന്നെ സിൻകോപ്പ്, പ്രീ സിൻകോപ്പ്, ഡിസിനസ്, ആൻജൈന, ഹാർട്ട് ഫെയിലിയർ അങ്ങനത്തെ പേഷ്യൻസ്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സഡൻ കാർഡിയക് ഡെത്ത്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, ഹാർട്ട് ഫെയിലിയർ. അടുത്ത് നമ്മൾ പറയുന്നത് എമോട്ടിനെ പറ്റിയിട്ടാണ്. അതിൽ അസിമെട്രിക്കൽ സെപ്റ്റൽ ഹൈപ്പർട്രോഫി ഉണ്ടാവും, SAM ഉണ്ടാവും, സിസ്റ്റോളിക് ആന്റിനൽ മോഷൻ, പിന്നെ LVOT ഡൈനാമിക് LVOT ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, പിന്നെ ഹൈപ്പർ കോൺട്രാക്റ്റൈൽ LV, സ്മോൾ ഹൈപ്പർ കോൺട്രാക്റ്റൈൽ LV ക്യാവിറ്റി ഉണ്ടാവും. വിത്ത് റെഡ്യൂസ് LV ക്യാവിറ്റി സിസ്റ്റോളിക് ഡൈലേഷൻ. അതാണ് ഗൈസ് നമുക്ക് എമോട്ടിക് ഡൈലേറ്റഡ് LA ഉണ്ടാവും, ഡൈലേറ്റഡ് LA ഉണ്ടാവും, സ്മോൾ നോൺ ഡൈലേറ്റഡ് LV. പിന്നെ നോർമൽ വെൻട്രിക്കുലർ ഫംഗ്ഷൻ ആബ്സെൻസ് ഉണ്ട്, ഹ്യൂമൻ സ്ട്രെസ്, റീജിയണൽ മോഷൻ ആബ്സെൻസ് പറയുമ്പം സെപ്റ്റൽ മോഷൻ, സിസ്റ്റോളിക് തിക്നിങ്, ഹൈപ്പർകൈനറ്റിക് ലെഫ്റ്റ് വെൻട്രിക്കിൾ, സെപ്റ്റൽ മോഷൻ, സിസ്റ്റോളിക് തിക്നിങ്, ഹൈപ്പർകൈനറ്റിക് ലെഫ്റ്റ് mitral regurgitation, mitral prolapse, dynamic LVOT obstruction due to SAM. സോ ഗൈസ്, ഇപ്പോൾ നമ്മളൊരു 1 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും. ഇനി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. സോ ഇപ്പോൾ 1:30 സമയം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ആക്ച്വലി ഇന്നലെ വ്ളോഗ് ബാക്കി എടുക്കാൻ മറന്നുപോയി, കംപ്ലീറ്റ്ലി മറന്നുപോയി. ബിക്കോസ് ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതായത് പഠിച്ചു കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം കൊണ്ടൊന്ന് ഉറങ്ങിപ്പോയി നല്ലൊരു ക്ഷീണം വന്നു. ഒരു പവർ നാപ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ച് അധികം നേരം ഉറങ്ങിപ്പോയി. പിന്നെ നടക്കാനൊക്കെ പോയി, അങ്ങനെ കുറച്ച് ഡിലേ ആയിപ്പോയി. സോ പിന്നെ കുറച്ച് രാത്രി ഇരുന്ന് പഠിച്ചായിരുന്നു, പക്ഷേ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമേ അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ ഇന്ന് രാവിലെ ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയപ്പം ഗാലറിയിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ.
പഠിത്തമായിട്ട് കുറേ നാളായല്ലോ, അതുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. കുറച്ച് പഠിക്കുന്നു, പിന്നെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാത്ത പോലെ. ഇങ്ങനെ ആക്കിയപ്പം കുഞ്ഞു പിള്ളേരെ പോലെ ഉണ്ടല്ലേ. എനിക്ക് പഠിക്കണ്ട. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകും. Most common type of ASD located in the area of fossa ovalis in the atrial septum. സമയം ഒരു 3:45 പോയിട്ടുണ്ട്. എനിക്കൊരു 5 മണി കഴിയുമ്പോഴത്തേക്കും പള്ളിയിൽ പോകണം. കാരണം ഇന്ന് സൺഡേ ആണ്. ഞങ്ങളിവിടെ അടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറഞ്ഞാൽ RC പള്ളിയാണ്. ഞാൻ ഓർത്തഡോക്സ് ആണ്, പക്ഷേ ഇവിടെ അടുത്തുള്ളത് RC പള്ളിയാണ്. ഞാനവിടെ നേരത്തെയൊക്കെ മാത്തള്ളിയിലുണ്ടായിരുന്നു. അവിടെ രാവിലെ കുർബാനയുണ്ട്. അതും RC പള്ളി ആണെങ്കിലും ഞാൻ രാവിലെ ആ സമയത്ത് 9 മണിക്ക് പോകുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ അടുത്ത് മലയാള കുർബാന ഉള്ളത് 5 മണിക്കേ ഉള്ളൂ. സോ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകണം. അതിന് മുന്നേ ഇതൊക്കെ ഏകദേശം ഒന്ന് റിവൈസ് ചെയ്ത് വെക്കണം. ഞാനൊന്ന് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഒരു കട്ടൻ കാപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റൂം വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. സോ ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ. അപ്പോൾ എല്ലാ വണ്ടികൾ പോകുന്നതും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നറിയാം, ആരൊക്കെ വന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ഇതൊക്കെ കുടിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു സംതൃപ്തി കിട്ടത്തില്ല ഗൈസ്. ഞാനൊരു വെജ് പുലാവ് ഉണ്ടാക്കി ഗൈസ്. ഞാൻ എന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. എന്നാലും ആണ് സാധാരണ ഞാനിങ്ങനെ പുലാവ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉപ്പ് ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക. കറക്റ്റായിട്ട് പാകത്തിന് ചിലപ്പോൾ വരത്തില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കഴിച്ചു, എല്ലാം കറക്റ്റ്. എരിവിന് എരിവ്, ഉപ്പിന് ഉപ്പ്. ഐ എം ജസ്റ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഗായ്സ്, ഇപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ സെമിനാർ റൂമിൽ ഇരുന്നിട്ട് ഞാൻ പഠിക്കാൻ പോവുമായിരുന്നു. സോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതൊക്കെ എടുക്കാമെന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പം ഞാൻ അധികം എടുക്കാൻ മറന്നു പോകുന്നുണ്ട്.
സോ അങ്ങനെ അധികം ക്ലിപ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ ഞാൻ ഓർത്തു ഇന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഞാനൊരു കോഫിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി. സാധാരണ ഇവിടുത്തെ കോഫി കുടിച്ചാൽ ഞാൻ അപ്പോൾ ഉറങ്ങും. സോ അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ.